രാത്രിയുടെ നിശബ്ദതയും നിഗൂഢതയും എങ്ങും നിറഞ്ഞു നിന്നിരുന്നു. ഇളം മഞ്ഞ വെളിച്ചത്തിൽ മനോഹരമായി അലങ്കരിച്ചൊരു മണിയറ, എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ മുറി. ആ മുറിയിലെ കട്ടിലിൽ അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു സത്യ. പൊതുവെ നല്ല ധൈര്യശാലിയായിരുന്നു അവൾ. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് അവൾ വലിയ ആശങ്കയിലാണ്. ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തന്റെ കണ്ണുകൾ കുളിമുറിയുടെ ഭാഗത്തേക്ക് പായിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുളിമുറിയിലെ വെള്ളം വീഴുന്ന ശബ്ദം നിന്നു. അപ്പോഴേക്കും ഡോർ തുറന്ന് ജീവ ഇറങ്ങി വന്നു. നല്ല ഉയരവും ഒത്ത വണ്ണവും തേജസ്സാർന്ന മുഖവുമുള്ള സുന്ദരനായ ഒരു യുവാവ്. അവനെ കണ്ടപ്പോൾ സത്യ ഞെട്ടി എഴുന്നേറ്റു. ജീവയും സത്യയും പുതുമോടികളാണ്. എങ്കിലും ഇന്നാണവർ ആദ്യമായി പരസ്പരം കാണുന്നത്. ഒരു ടവൽ മാത്രം ചുറ്റി നിൽക്കുന്ന അവന്റെ മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് താഴെ വീഴുന്നുണ്ട്. ആ കൂർത്ത മൂക്കും കുഞ്ഞു ചുണ്ടുകളും അവന്റെ സൗന്ദര്യം 10 മടങ്ങ് കൂട്ടി. നേരിൽ കാണുമ്പോൾ ടിവിയിൽ കാണുന്നതിനേക്കാൾ ഭംഗി അവനുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവന്റെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതരം ഒരു ആകർഷണ ശക്തി ആയിരുന്നു. ഹലോ മിസ്റ്റർ ജീവ, നമ്മൾ ഇതാദ്യമായിട്ടാണല്ലേ പരിചയപ്പെടുന്നത്? സൗമ്യമായ ഒരു ചിരിയോടെ സത്യ ചോദിച്ചു. അവൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജീവയുടെ മുഖഭാവം മാറി. ആദ്യമായിട്ടാണോ നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത്? അവന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞു നിന്നിരുന്നു. ജീവ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ സത്യയ്ക്ക് തോന്നി. സത്യ, നമ്മുടെ കല്യാണക്കാര്യം പുറത്താരും അറിയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഭാവിയിൽ ഇത് നമ്മുടെ ഡിവോഴ്സിനെ ബാധിക്കാൻ പാടില്ല. സത്യ ആശ്ചര്യപ്പെട്ടു നിന്നു. എല്ലാ അർത്ഥത്തിലും ഒന്നായി തീർന്നു നിമിഷങ്ങൾക്കകം തന്നെ അവൻ അവൾക്കെതിരെ തിരിയുകയാണോ? ഈ നിമിഷം തന്നെ ജീവ തന്നോട് ഇങ്ങനെ പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അവൾ തന്റെ കൈകൾ കൊണ്ട് പുതപ്പിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവളുടെ സങ്കടം തീർത്തു. ശരിയാണ്, ഈ കല്യാണം തന്നെ ഒരു ഡീലാണ്. അവൾക്ക് പണം വേണം, അവനൊരു കുഞ്ഞിനെയും. അതിന് ഈ കല്യാണം മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. മിസ്റ്റർ ജീവ, നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു ദീർഘനിശ്വാസം എടുത്തതിനു ശേഷം അവൾ അവന് മറുപടി കൊടുത്തു. അവളെ മൈൻഡ് ചെയ്യാതെ തന്നെ ജീവ എഴുന്നേറ്റ് നേരെ ബാത്റൂമിൽ കയറി. ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിയ ശേഷം അവൻ പുറത്തേക്ക് പോയി. അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേട്ടപ്പോഴാണ് അവൻ അവിടെ നിന്നും പോയി എന്ന് സത്യ തിരിച്ചറിഞ്ഞത്. ആദ്യ രാത്രിയിൽ തന്നെ കിടപ്പറയിൽ ഭാര്യയെ ഒറ്റയ്ക്കാക്കി പോയ ഒരു ഭർത്താവ്. അവൾ ഒരു നിമിഷത്തേക്ക് സ്തബ്ധയായി നിന്നു. യാഥാർത്ഥ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് അവൾ ആ ബെഡിൽ അങ്ങനെ ചുരുണ്ടുകൂടി കിടന്നു. ക്ഷീണം കാരണം കുറച്ചുനേരം കഴിഞ്ഞതും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ പാതിരാത്രിയിൽ അവളുടെ ഫോൺ കുറെ നേരം റിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ വന്ന ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ഒരു ഫ്ലാഷ് ന്യൂസ് കാണിച്ചു. ഹോട്ട് ന്യൂസ്, സൂപ്പർ സ്റ്റാർ ജീവയുടെ കല്യാണം വളരെ രഹസ്യമായി ഇന്ന് രജിസ്റ്റർ ചെയ്തു. പുറത്താരും ഈ കല്യാണത്തെ പറ്റി അറിയരുതെന്നും ഇത് അതീവ രഹസ്യമായിരിക്കണമെന്നും ഇന്നലെ രാത്രി ജീവ തനിക്ക് മുന്നറിയിപ്പ് തന്നതേയുള്ളൂ. എന്നിട്ടും ഇന്നിതെങ്ങനെ ഇത്ര വലിയൊരു വാർത്തയായി? ആരാണ് ഇത് ചെയ്തത്? ഇനി ഈ വാർത്ത പുറത്തുവിട്ടത് സത്യമാണെന്ന് ജീവ തെറ്റിദ്ധരിക്കുമോ? ജീവ അവനോട് നേരിട്ട് ഇടപെട്ടവർക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അവനൊരു ടെററാണെന്ന്. സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ക്രൂരനാണവൻ. അവനെ ആരെങ്കിലും എതിർത്താൽ അവർക്ക് അവന്റെ കയ്യിൽ നിന്ന് വലിയ തിരിച്ചടി തന്നെ പ്രതീക്ഷിക്കാം. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി പേടിച്ചിരിക്കുന്ന സത്യയെ തേടി ഒരു ശബ്ദം വന്നു. ടക് ടക്. വാതിലിൽ ആരോ മുട്ടുകയാണ്. മാഡം, സാറിന്റെ കോളുണ്ട്. വാതിലിന്റെ അടുത്ത് വന്ന് നിന്ന വേലക്കാരി ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ടതും സത്യയുടെ ഹൃദയമിടിപ്പ് കൂടി. എന്തിനെയാണോ നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്നത് അത് ഏത് വിധേനയും സംഭവിച്ചിരിക്കുമെന്നത് വളരെ സത്യമാണ്. അവൾ അവളുടെ ചുവന്ന സുന്ദരമായ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ ശരീരമാസകലമുള്ള വേദനയും കടിച്ചമർത്തി സ്തബ്ധയായി അവിടെ നിന്നു. പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ലാൻഡ് ഫോൺ എടുക്കാനായി അവൾ റൂമിന് പുറത്തേക്ക് പോയി. ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം വളരെ കൂളായി മൃദുവായ ശബ്ദത്തിൽ അവൾ ഹലോ എന്ന് പറഞ്ഞു. നീ ഒരു അനുസരണയുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ജീവയുടെ മൂർച്ചയുള്ള വാക്കുകൾ ഫോണിലൂടെ കടന്നു വന്നു. അവൻ സത്യയെ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. അവൾ ഫോൺ മുറുകെ പിടിച്ചു. ഹൃദയത്തിലൂടെ ഒരു ആണി കയറിയ വേദന അപ്പോൾ അവളിലുണ്ടായി. തനിക്കൊരു കുഞ്ഞിനെ തരുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു അവനെ സംബന്ധിച്ച് അവൾ. അതുകൊണ്ട് തന്നെ അനിഷ്ടമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ആദ്യം സംശയിക്കുന്നത് സത്യയാണ്. സത്യ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. എന്നിട്ട് തനിക്ക് പറയാനുള്ളത് വളരെ സൗമ്യമായി പറഞ്ഞു. ഇത് ചെയ്തത് ഞാനല്ല ജീവ.
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എനിക്ക് തന്ന പണം അത് നിങ്ങൾക്ക് ഏത് സമയവും തിരിച്ചെടുക്കാവുന്നതാണ്. എന്നെ തന്നെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ എന്തിന് ഇത്രയും മോശമായ ഒരു പ്രവൃത്തി ചെയ്യണം? നിങ്ങൾ പോയി അന്വേഷിക്ക്. ആ അന്വേഷണത്തിനൊടുവിൽ ഇനി ഇതിന് കാരണം ഞാനാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എന്ത് ഭവിഷ്യത്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവൾ അത് പറഞ്ഞതെങ്കിലും അവളുടെ ഈ ന്യായീകരണത്തോട് അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്തതുപോലെ തോന്നി. ഫോണിന്റെ മറുഭാഗത്തുള്ള ആൾ പെട്ടെന്ന് നിശബ്ദനായി. അത് അവളിൽ ഓരോ നിമിഷവും അസ്വസ്ഥത ഉണ്ടാക്കി. ജീവ അവളെ വിശ്വസിക്കുമെന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. അല്പസമയത്തിന് ശേഷം ജീവ അവൾക്ക് മറുപടി കൊടുത്തു. ഞാൻ അന്വേഷിക്കട്ടെ. ഇനി റിപ്പോർട്ടേഴ്സ് എങ്ങാനും നീയാണ് മിസസ് ജീവയെന്നറിഞ്ഞാൽ? അവന്റെ ഭീഷണി കേട്ടപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ അതിനും ഒരു മറുപടി കൊടുക്കാൻ അവൾ തയ്യാറായി. ഒരു മടിയും കൂടാതെ അവൾ പറഞ്ഞു, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ നിന്ന് പോകും. നീ കാരണം ഭാവിയിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാകരുത്. ജീവ പറഞ്ഞു. പേടിക്കണ്ട, താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് അവൾ അവനോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അത് പറഞ്ഞു തീരുന്നതിനു മുമ്പേ അവൻ കോൾ കട്ട് ചെയ്തു പോയി. ആരും കേൾക്കാനില്ലാതെ സത്യയുടെ വാക്കുകൾ അവിടെ തന്നെ പ്രതിധ്വനിച്ചു. ഹോ, ഈ മനുഷ്യൻ, ഇയാൾക്ക് തീരെ മാന്യതയില്ല. എല്ലാവരുടെയും ആരാധന പാത്രമായ ഇയാൾ സിനിമയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട്. എന്തൊരു ദുഷ്ടനാണ്. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സത്യ വേലക്കാരി കൊണ്ടുവന്ന പാലെടുത്ത് കുടിച്ചു. എന്നിട്ട് കുറച്ചു സമയം റെസ്റ്റ് എടുത്തു. അല്പനേരം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സിട്ട് അവൾ ജോലിക്ക് പോകാൻ ഇറങ്ങി. അപ്രതീക്ഷിതമായി ആ വാർത്ത പുറത്തു വന്നതിനാൽ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു വീടിന് പുറത്ത് റിപ്പോർട്ടേഴ്സ് അവളെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന്. ആരെയാണ് ജീവ കല്യാണം കഴിച്ചതെന്നറിയാൻ അവർ എന്തായാലും ഇവിടെ എത്തും. ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് ജീവയോട് സോറി പറയുന്നതിലും നല്ലത് സേഫായി നിൽക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. അവൾ പുറകിലെ ഡോർ വഴി പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. അവൾ മെല്ലെ വാതിൽ തുറന്ന് ചുറ്റും നോക്കി. കുഴപ്പമൊന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷമാണ് പുറത്തെന്ന് അവൾ മനസ്സിലാക്കി. പതിയെ അവൾ പുറത്തിറങ്ങി. അവൾ വാതിലിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നടന്നു നീങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല കുറെ റിപ്പോർട്ടേഴ്സ് ചക്കര കിട്ടിയ ഈച്ചകളെ പോലെ അവളുടെ ചുറ്റും കൂടി നിന്നു. അവർ തുടർച്ചയായി വിളിച്ചുകൊണ്ടേയിരുന്നു, മിസസ് ജീവ. ഈ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ മിസസ് ജീവയെ തേടി എവിടെ നിന്നൊക്കെയോ വന്നവരാണ്. റിപ്പോർട്ടർ ക്യാമറ എടുത്തപ്പോൾ സത്യ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിച്ചു. അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആരോ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. മിസസ് ജീവ, നിങ്ങൾ ശരിക്കും ആരാണ്? എപ്പോഴായിരുന്നു നിങ്ങളുടെ കല്യാണം? എങ്ങനെയാണ് നിങ്ങളും സൂപ്പർ സ്റ്റാർ ജീവയും തമ്മിൽ പരിചയം? റിപ്പോർട്ടേഴ്സ് വീണ്ടും അവൾക്ക് ചുറ്റും കൂടി. അവരുടെ തുടരെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സത്യയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കിട്ടാതെ അവർക്കൊരിക്കലും തൃപ്തിയാവില്ലെന്നാണ് മനസ്സിലാവുന്നത്. സത്യ തല താഴ്ത്തി ഒന്നും മിണ്ടാതെ നിന്നു. ഇനിയിപ്പോ ബോഡി ഗാർഡും സെക്യൂരിറ്റിയും ഒന്നും അവളെ വീട്ടിലേക്ക് എസ്കോർട്ട് ചെയ്യാൻ വന്നാൽ പോലും കാര്യമില്ല. കാരണം റിപ്പോർട്ടേഴ്സ് അവളുടെ മുഖം മറച്ച ഫോട്ടോ നേരത്തെ തന്നെ എടുത്തിരുന്നു. ഇനി എങ്ങാനും അവരെടുത്ത ഫോട്ടോ ജീവയുടെ ഫോട്ടോയോടുകൂടി അച്ചടിച്ചു വന്നാലോ? എന്തു ചെയ്യും? അവന്റെ മുന്നറിയിപ്പ് ഓർത്തപ്പോൾ അവൾ ഒന്നുറപ്പിച്ചു. ഇനി ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. അവൾ ഒരിക്കലും തോൽക്കാൻ തയ്യാറായിരുന്നില്ല. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ കിട്ടി. വേലക്കാരി എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ സത്യ നിവർന്നു നിന്ന് മുഖം മറച്ച കൈകൾ താഴ്ത്തി. അവളുടെ മുഖം എല്ലാവരെയും കാണിച്ചു. റിപ്പോർട്ടേഴ്സ് കിട്ടിയ അവസരം പരമാവധി മുതലാക്കി. ഒട്ടും സമയം കളയാതെ അവർ അവളുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. സത്യ ഒരു ദയനീയ ഭാവത്തോടെ വേലക്കാരിയോട് പറഞ്ഞു, എന്റെ തെറ്റാണ്, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഒരിക്കലും നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറില്ല. ഞാൻ കയറാൻ പാടില്ലായിരുന്നു. എനിക്ക് മാപ്പ് തരൂ. ഞാനിതൊരിക്കലും ഇനി ആവർത്തിക്കില്ല. എനിക്ക് തന്ന ഈ ന്യൂസ് ആദ്യം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കാരണം ഇതിലൂടെയാണ് ഞാനും എന്റെ കുടുംബവും കഴിഞ്ഞു പോകുന്നത്. ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി. ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. തന്റെ പുറകിൽ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിനെ ഒന്ന് ഇടക്കണ്ണിട്ട് നോക്കി അവൾ പറഞ്ഞു. തങ്ങളുടെ മുൻപിൽ നടക്കുന്നതൊക്കെ കണ്ട് റിപ്പോർട്ടേഴ്സ് ആകെ കൺഫ്യൂഷനിലായി. അവർ ഫോട്ടോ എടുക്കുന്നത് നിർത്തി. എന്താണ് നടക്കുന്നത് എന്നറിയാതെ വേലക്കാരിയും അത്ഭുതപ്പെട്ടു. പെട്ടെന്നൊരു റിപ്പോർട്ടർ സംശയത്തോടെ ഉറക്കെ ചോദിച്ചു, ഇത് സത്യ തന്നെയാണോ? വേറൊരാൾ ചോദിച്ചു, ആരാണ് ഈ സത്യ? എന്റർടൈൻമെന്റ് ന്യൂസിലെ പ്രശസ്ത റിപ്പോർട്ടറാണ്. ഛേ, ഇവൾ ഏറ്റവും ആദ്യം ന്യൂസ് കിട്ടാൻ വേണ്ടിയാണോ ഇത്ര കഷ്ടപ്പെട്ടത്? ഞാൻ എന്റെ തോൽവി സമ്മതിക്കുന്നു. ഇത്രയും കേട്ട് തല തിരിച്ചു നോക്കിയ വേലക്കാരി കണ്ടത് ആ
ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെ നോക്കി കണ്ണിറക്കുന്ന സത്യയായിരുന്നു. സത്യ തന്നോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയ വേലക്കാരി അവിടെയുള്ളവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എല്ലാവരും ഒന്ന് പുറത്തു പോകൂ, അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് നിങ്ങൾക്കെതിരെ എനിക്ക് കേസ് കൊടുക്കേണ്ടി വരും. കാര്യം പറഞ്ഞതിന് ശേഷം തിരിച്ചു നടന്ന അവൾ ഡോർ ലോക്ക് ചെയ്തു. ആ ഇരുമ്പ് വാതിലിലേക്ക് നോക്കി. സത്യ അവിടെ പുറത്തു നിന്നു. ഇന്നത്തെ ആ വേലക്കാരിയുടെ പ്രകടനം അവളെ ആകെ അമ്പരപ്പിച്ചിരുന്നു. സൂപ്പർ സ്റ്റാർ ജീവയുടെ വേലക്കാരിക്ക് വരെ നന്നായി അഭിനയിക്കാൻ അറിയാം. ആ കുരുക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട സത്യ ടാക്സി വിളിച്ച് നേരെ ന്യൂസ് ഏജൻസിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവൾ ഡോക്ടർ ലക്ഷ്മിയെ കോൾ ചെയ്തു. ഹലോ ഡോക്ടർ, ഞാൻ സൂരജിന്റെ സിസ്റ്ററാണ്. അവന്റെ സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? പണം റെഡിയാണ്. ഫോൺ കട്ടാക്കിയതിനു ശേഷം അവൾ അമ്പരപ്പോടെ പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ മുഖത്തുണ്ടായ സന്തോഷവും സമാധാനവും പെട്ടെന്ന് തന്നെ സങ്കടത്തിലേക്ക് വഴിമാറി. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ അവളുടെ സഹോദരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയായാലും അവൻ ജീവിച്ചേ പറ്റൂ. എല്ലാം സത്യ തന്നെ വേണം നോക്കാൻ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും മനസ്സിൽ വിചാരിച്ച് അവൾ ജോലിക്ക് പോകാൻ റെഡിയായി. അവൾ ഒരിക്കലും തോൽക്കാൻ തയ്യാറല്ല. ആർക്കും അവളെ തോൽപ്പിക്കാനും പറ്റില്ല. എന്നാൽ ന്യൂസ് ഏജൻസിയിൽ എത്തിയ അവളെ കാത്തിരുന്നത് മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു. അവളോട് അധികം ഇടപഴകാത്ത അവളുടെ ചീഫ് എഡിറ്റർ ഇന്നിതാ അവളെ നോക്കിച്ചിരിക്കുന്നു. അവൾ വിചാരിച്ചത് സത്യമാണ്. അയാൾക്ക് എന്തോ കാര്യം സാധിച്ചെടുക്കാനുണ്ട്. അയാൾ പറഞ്ഞു, സത്യ, നിങ്ങളല്ലേ ഈ കമ്പനിയിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള കഠിന പ്രയത്നിയായ ജീവനക്കാരി. ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരട്ടെ. ഒരു പ്രധാന ന്യൂസിന്റെ ചുരുളഴിക്കണം, അതും എത്രയും പെട്ടെന്ന്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തും ചെയ്യാം. എങ്ങനെയെങ്കിലും ആരാണ് മിസ്സസ് ജീവ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾക്ക് അതിന് പറ്റിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജിക്കത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഈ വാക്കുകൾ അവളെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കി. ആകാശത്ത് നിന്നും വെടിയേറ്റ അവസ്ഥയായിരുന്നു അവൾക്കപ്പോൾ. അവൾ സങ്കടത്തിലായി. എന്താ ഇപ്പോൾ ചെയ്യുക? ശേഷം അവൾ ഫസ്റ്റ് ലവ് എന്ന സിനിമയുടെ സെറ്റിലെത്തി. സെറ്റിന് പുറത്ത് സത്യ മറ്റു മാഗസീനുകളിലെ റിപ്പോർട്ടേഴ്സിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. അവർ സൂപ്പർ സ്റ്റാർ ജീവയെ പറ്റി ഓരോ പരദൂഷണം പറയുന്നത് കേൾക്കുകയായിരുന്നു സത്യ. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് സൂപ്പർ സ്റ്റാർ ജീവ പുറത്തിറങ്ങുന്ന ഫോട്ടോ ആരോ എടുത്തിട്ടുണ്ട്. ആദ്യ രാത്രി തന്നെ സ്വന്തം ഭാര്യയെ ഒറ്റയ്ക്കാക്കി പോയി അവൻ. ഇതിന്ന് തന്നെ മനസ്സിലാക്കാലോ അയാൾക്ക് ഭാര്യയെ തീരെ കാര്യമില്ലാന്ന്. സത്യമാണോ? ഞാൻ വിചാരിച്ചു സൂപ്പർ സ്റ്റാർ ജീവ ഈ കല്യാണം രഹസ്യമാക്കിയത് അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന്, അവളെ ഈ പബ്ലിക്കിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. ഇതൊക്കെ കേട്ട സത്യയ്ക്ക് കണ്ണുരുട്ടി നിൽക്കാനല്ലാതെ ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. സംരക്ഷിക്കാനോ അയാൾക്ക് അവളോട് താല്പര്യമില്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അവൾ ഇന്നലെ രാത്രിയുണ്ടായ കാര്യമൊക്കെ പെട്ടെന്നൊന്ന് ഓർത്തെടുത്തു. തന്നോടുള്ള ജീവയുടെ പെരുമാറ്റം അവൾക്ക് വളരെ വിചിത്രമായി തോന്നി. അവളോട് തീരെ താല്പര്യമില്ലാഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും അവളെ തന്നെ അയാൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്? ആരോ വന്ന് തന്റെ കൈകളിൽ തട്ടിയപ്പോഴാണ് സത്യ സ്വപ്നലോകത്തിൽ നിന്നും തിരിച്ചു വന്നത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ സഹപ്രവർത്തക ശ്രുതിയെ അവിടെ കണ്ടു. വല്ലാത്തൊരു മുഖഭാവത്തോടെ അവൾ സത്യയുടെ അടുത്തേക്ക് വന്നു. ചീഫ് എഡിറ്ററെ എതിർത്തത് നിനക്ക് തന്നെ വിനയായി അല്ലേ? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ട എന്ന്. പക്ഷെ ഇനി എന്ത് ചെയ്യാം? നീ തന്നെ എല്ലാം അനുഭവിച്ചു. ശ്രുതി തന്റെ ചീഫ് എഡിറ്ററെ എപ്പോഴും അനുസരിക്കുന്നു എന്ന വ്യാജേന അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ സത്യയ്ക്ക് അതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രുതി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 1-2 വലിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്താൽ സുപ്പീരിയർ റിപ്പോർട്ടർ ആയി എന്നാണ് ചില ആൾക്കാരുടെ വിചാരം. പക്ഷെ നടൻ ജീവയുടെ ഗോസിപ്പിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ മേഖലയിലുള്ളവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മോൾ വേഗം ഒരു രാജിക്കത്ത് തയ്യാറാക്കി വെച്ചു. ഇതിനൊരു അവസാനമില്ലേ? സത്യ തിരിഞ്ഞു നിന്ന് ശ്രുതിയോട് ചോദിച്ചു. ശ്രുതി, നിന്റെ ശബ്ദം ഭയങ്കര ബോറാണെന്ന് ആരും നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ശല്യമായി തോന്നുന്നു. ഇടീ! ശ്രുതി ദേഷ്യം കൊണ്ട് തിളച്ചു. സത്യ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ജയിക്കുന്നതാര് തോൽക്കുന്നതാര് എന്നത് മത്സരം കഴിഞ്ഞു പറയാം. നീ ഇപ്പോഴേ അത് പ്രവചിക്കാൻ നിൽക്കണ്ട. തന്റെ റിപ്പോർട്ടർ ജോലി തുടരേണ്ടത് സത്യയുടെ ആവശ്യമായതുകൊണ്ട് തന്നെ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഈ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നിനക്ക് മിസ്സസ് ജീവ ആരാണെന്ന് നന്നായി അറിയാമെന്ന്. ഓക്കെ, നിനക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നീ അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവാ. ശ്രുതി സത്യയെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു.
അവൾ ആ പറഞ്ഞതിനുള്ള മറുപടി കൊടുക്കാൻ പോകുമ്പോഴാണ് സൂപ്പർ സ്റ്റാർ ജീവ വന്നെന്ന് ആരോ വിളിച്ചു പറയുന്നത് സത്യ കേട്ടത്. അത് കേട്ട ഉടനെ എല്ലാവരും ക്യാമറയും മൈക്കുമായി അങ്ങോട്ടോടി. സത്യ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഒരു കറുത്ത കാർ അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അങ്ങനെ ആശ്വസിച്ചു നിൽക്കുന്ന സമയത്താണ് സത്യയുടെ പിറകിൽ നിന്നും ആരോ അവളെ പിടിച്ച് തള്ളിയത്. അതിന്റെ ശക്തി കാരണം അവൾ മുൻപിലേക്ക് ഒന്ന് ആഞ്ഞു വന്ന് ജീവയുടെ കാറിന്റെ മുന്നിലേക്ക് വീണു. അയ്യോ! കാർ പെട്ടെന്ന് ബ്രേക്കിട്ടു. സത്യ ആ കാറിന്റെ സൈഡിലേക്ക് വീണു. അവൾക്ക് തന്റെ എല്ലുകൾ പൊടിയുന്നത് പോലെ ഒരു വേദന അനുഭവപ്പെട്ടു. കാർ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ അവളുടെ മുഖം അതിന്റെ വലതുവശത്തെ ചില്ലിൽ ചെന്നിടിച്ചു. കൈകളിൽ എല്ല് നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടിട്ടും എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിർഭാഗ്യവശാൽ അവൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. മാത്രമല്ല, കാറിന്റെ ചില്ല് പൊട്ടി താഴെ വീഴുകയും ചെയ്തു. അതിലൂടെ കാറിലേക്ക് നോക്കിയപ്പോൾ അവൾ പതിയെ കണ്ണുകൾ ചിമ്മി. ഒരു നിമിഷത്തേക്ക് ശ്വാസമെടുക്കാൻ പോലും അവൾ മറന്നുപോയി. കാരണം ആ കാറിന്റെ അകത്തിരുന്ന ജീവ വലിയ ഭാവവ്യത്യാസമില്ലാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും അവന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും കൂടിയിരുന്നവർക്കൊക്കെ അവന്റെ ദേഷ്യം മനസ്സിലായി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് പേടിയോടെ അവിടെ നിന്നു. സോറി, അവളുടെ ശബ്ദമിടറി. പേടി കാരണം അവൾ വേദനയൊക്കെ മറന്നുപോയിരുന്നു. ഇനി എന്തും സംഭവിക്കാം. അവൾ തിടുക്കത്തിൽ തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് പോകാൻ പറ്റിയില്ല. ആരോ അവളുടെ തോളിൽ പിടിച്ചു നിർത്തി. ആ സമയം അവൾ ഒരു ഐസ് കട്ട പോലെയായി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴാകട്ടെ ജീവയുടെ കണ്ണുകളാണ് അവൾ കണ്ടത്. എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നത് പോലെ അവന്റെ കണ്ണുകൾ അപ്പോൾ തിളങ്ങുകയായിരുന്നു. അവന്റെ ദേഷ്യത്തോടെയുള്ള ആ തുറിച്ചുനോട്ടം കാരണം ശ്വാസം വിടാൻ പോലും ആവാതെ നിന്ന സത്യയോട് ജീവ ദേഷ്യത്തോടെ ചോദിച്ചു, എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുകയാണോ നീ? സത്യ ആകെ അമ്പരന്ന് നിന്നു. എന്തായിരിക്കും അവൻ ഉദ്ദേശിച്ചത്? താനാണ് മിസസ് ജീവ എന്ന് എല്ലാവരെയും അറിയിച്ച് അവനെ ഭീഷണിപ്പെടുത്താനാണ് അവൾ ഇവിടെ വന്നത് എന്നാവും അവൻ വിചാരിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച നടത്താൻ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അവന്റെ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോഴാണ് തങ്ങളുടെ ചുറ്റുമുള്ള ക്യാമറ കണ്ണുകളെ അവൾ ശ്രദ്ധിച്ചത്. അവളുടെ വായിൽ നിന്ന് എന്താണ് വരുന്നതെന്നറിയാൻ വേണ്ടി റിപ്പോർട്ടേഴ്സ് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൾ കൂടുതലൊന്നും അപ്പോൾ പറയാൻ നിന്നില്ല. മിസ്റ്റർ ജീവ, നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ എന്റെ ചീഫ് എഡിറ്റർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. സാർ പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മിസ്റ്റർ ജീവ, താങ്കൾ പറയൂ, ആരാണ് നിങ്ങളുടെ ഭാര്യ? സത്യ തന്ത്രപൂർവം ആ പ്രശ്നം കൈകാര്യം ചെയ്തു. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവൾ ഉത്കണ്ഠയോടെ ജീവയെ നോക്കി നിന്നു. അവൻ അവിടെ നിന്ന് ഒരടി പോലും അനങ്ങിയില്ല. അവന്റെ കണ്ണുകൾ സമുദ്രം പോലെ ശാന്തമായിരുന്നു. എന്തൊക്കെയാണ് അവന്റെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും നിർവചിക്കാൻ പറ്റില്ല. കാരണം ആ കണ്ണുകളിൽ അത്രയും ആഴമുണ്ടായിരുന്നു. സത്യ പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. അവളുടെ വായിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി. ജീവ തന്നോട് ഗെറ്റ് ഔട്ടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി. അവർ രണ്ടുപേരും ഒരുവിധം സംസാരിച്ച് ഒത്തുതീർപ്പിലായ സമയത്താണ് കാറിനുള്ളിൽ നിന്ന് വളരെ ആകർഷണീയമായ ഒരു ശബ്ദം പുറത്തേക്ക് കേട്ടത്. ജീവ സാർ, നോക്കൂ, ആ പാവം റിപ്പോർട്ടർ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. ഒന്ന് വിട്ടേക്ക്. ഇവിടെയുള്ള എല്ലാവരുടെയും സമയം വെറുതെ പോകുകയല്ലേ. ആരാണ് മിസ്സസ് ജീവ എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ഇത് കേട്ട് കാറിനുള്ളിലേക്ക് നോക്കിയ സത്യ കാണുന്നത് സിനിമാ നടി കാജലിനെയാണ്. സത്യയുടെ മുഖഭാവം മാറി. അവൾക്കത് തീരെ ഇഷ്ടമായില്ല എന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജീവയെയും കാജലിനെയും അവൾ മാറി മാറി നോക്കി. അവരെന്തുകൊണ്ടാകാം ഒരുമിച്ച് ഒരേ കാറിൽ പോകുന്നത്? ഇന്നലെ രാത്രി ജീവ വീട് വിട്ട് എവിടെയോ പോയിരുന്നു. ഇനി അത് ഇവളുടെ കൂടെയെങ്ങാനും ആയിരിക്കുമോ? സത്യ തന്റെ ചിന്തകളിൽ മുഴുകി അവിടെ നിന്നു. ആ സമയം കൂടെയുണ്ടായിരുന്ന റിപ്പോർട്ടേഴ്സ് എല്ലാവരും ആവേശഭരിതരായി. മിസസ് ജീവയെ പറ്റി കേൾക്കാൻ, അത് ആരാണെന്നറിയാൻ അവർ എല്ലാവരും കാതുകൂർപ്പിച്ചു നിന്നു. ജീവയെ പറ്റി റിപ്പോർട്ടേഴ്സിനൊക്കെ നല്ല ധാരണയുണ്ട്. ആരോടും അധികം മിണ്ടാത്ത, ആരോടും സൗഹൃദം കൂടാത്ത ഒരു പ്രകൃതം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇയാളിൽ നിന്ന് കൂടുതലൊന്നും അറിയാൻ പറ്റില്ല എന്ന മുൻധാരണയോടെ തന്നെയാണ് എല്ലാവരും അവിടെ എത്തിയിരുന്നത്. ക്ലിക്ക്. ഫോട്ടോ എടുക്കുന്ന ശബ്ദം തുടർച്ചയായി കേട്ടുകൊണ്ടേയിരുന്നു.
എല്ലാവരും അക്ഷമരായി ജീവയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മിസ്റ്റർ ജീവ, പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ സെറ്റിലേക്ക് മിസ് കാജലുമായി വന്നത്? ഇന്ന് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ 2ാം ദിനമാണ്. എന്നിട്ടും നിങ്ങൾ ഇവിടെ അഭിനയിക്കാൻ വന്നിരിക്കുന്നു. നടി കാജലിനെ സപ്പോർട്ട് ചെയ്യാനാണോ നിങ്ങൾ വന്നത്? മിസ്റ്റർ ജീവ, ഒന്ന് ചോദിച്ചോട്ടെ, ആരാണ് നിങ്ങളുടെ ഭാര്യ? സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും ആണോ? തുടരെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും മിണ്ടാതെ ഇനി അവിടെ നിന്ന് പോവാനാവില്ലെന്ന് ജീവയ്ക്ക് മനസ്സിലായി. അവനൊന്ന് തണുത്തു. വളരെ മൃദുലമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു തുടങ്ങി, നിങ്ങൾക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ ഇത്രയ്ക്കും ആകാംക്ഷയാണെങ്കിൽ ഞാൻ അതാരാണെന്ന് നിങ്ങളോട് പറയാം. ഇതൊക്കെ കണ്ടും കേട്ടും അവിടെ നിന്നിരുന്ന സത്യ പെട്ടെന്ന് ഞെട്ടി. നിർഭാഗ്യവശാൽ അവൾ പേടിച്ചത് തന്നെ അവിടെ സംഭവിച്ചു. അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ജീവ സത്യയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ഇവളാണ് എന്റെ ഭാര്യ. ഇത് കേട്ടതും ആ സ്ഥലം മുഴുവനും ഒറ്റയടിക്ക് നിശബ്ദമായി. ഒരു മൊട്ടുസൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റുന്നത്ര ശാന്തമായ അന്തരീക്ഷമായിരുന്നു അത്. സത്യ ഞെട്ടിത്തെറിച്ച് ജീവയെ നോക്കി. അവർ തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്താമെന്ന് അവന് തോന്നിയോ? ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവിടെ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. കാജലായിരുന്നു അത്. എന്താ ജീവ ഇത്? ഇങ്ങനെയൊക്കെ തമാശ പറയാമോ? നോക്കൂ, ആ കുട്ടി പേടിച്ചുപോയി. എനിക്ക് വേണ്ടിയെങ്കിലും ഇപ്രാവശ്യത്തേക്ക് അവളോട് ക്ഷമിച്ചേക്ക്. എന്തായാലും അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് തോന്നുന്നു. കാജൽ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായത്. ജീവ സത്യയെ പരിഹസിച്ചതായിരുന്നു. കാജൽ അങ്ങനെ പറഞ്ഞപ്പോഴായിരുന്നു സത്യയ്ക്കും ആശ്വാസമായത്. അവളെ വലിയൊരു നാണക്കേടിൽ നിന്നും രക്ഷിക്കാൻ കാജലിന്റെ ആ വാക്കുകൾക്ക് സാധിച്ചു. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. കുറച്ചു നേരത്തേക്ക് മിടിക്കാൻ പോലും മറന്നുപോയ അവളുടെ ഹൃദയം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. അവൾ മുഖത്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു ചിരി വരുത്തി. അവൾ ജീവയെ നോക്കിയപ്പോൾ അവൻ വലിയ ഭാവമാറ്റമൊന്നും ഇല്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സത്യ പെട്ടെന്ന് പിറകോട്ട് നീങ്ങി. എന്നിട്ട് ആൾക്കൂട്ടത്തിലേക്ക് കയറി അവൻ കാണാത്ത തരത്തിൽ ഒളിച്ചു നിന്നു. അതേസമയം കാറിന്റെ അകത്തു നിന്നും വീണ്ടും മനോഹരമായ ശബ്ദത്തിൽ കാജൽ പറഞ്ഞു, അത് നോക്കൂ, അവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ജീവ, പ്രൊഡക്ഷൻ സെറ്റിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. ഇവളെ അകത്തേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ മുറിവിൽ മരുന്ന് വെക്കാമായിരുന്നു. ഇത് കേട്ട ഉടനെ സത്യയ്ക്ക് ജീവയുടെ മുഖത്തേക്ക് നോക്കാനായിരുന്നു തോന്നിയത്. അവന്റെ നിസ്സംഗമായ നോട്ടം ഒന്നിനെയും കേന്ദ്രീകരിച്ചിരുന്നില്ല. ഈ ലോകത്തുള്ള ഒന്നിനും അവന്റെ കണ്ണുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലായിരുന്നു അവന്റെ ആ നോട്ടം. എന്നാൽ കാജൽ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ജീവ സത്യയുടെ കൈയിലേക്ക് നോക്കിയത്. അത് കണ്ടതും സത്യ ചാടിക്കയറി പറഞ്ഞു, അതൊന്നും സാരമില്ല, ഇതൊരു ചെറിയ മുറിവാണ്. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെയാണ്. താങ്ക് യു കാജൽ മാഡം. താങ്ക് യു ജീവ സാർ. ഇത് നല്ല തമാശ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കാജൽ എല്ലാവരുടെയും മുന്നിൽ വലിയ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയായിരുന്നു. കാജൽ മുന്നോട്ട് വെച്ച ആ ഓഫർ സ്വീകരിച്ച് സത്യ ഫിലിം സെറ്റിലേക്ക് കയറിയിരുന്നെങ്കിൽ അവൾക്ക് അതൊരു കുറച്ചിലായേനെ. സത്യ ജീവയെ നോക്കിയപ്പോൾ അവൻ വേറെ എവിടെയോ നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ അവനെ ബാധിക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു അവന്റെ പെരുമാറ്റം. ശരി, അടുത്ത തവണ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നടക്കണം കേട്ടോ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കാജൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കാറിന്റെ ചില്ലുയർത്തി. ജീവയും അകത്ത് കയറി. അവർ കാർ ഓടിച്ച് പെട്ടെന്ന് തന്നെ ഫിലിം സെറ്റിലേക്ക് എത്തിച്ചേർന്നു. കാർ അവിടെ നിന്നും മാഞ്ഞുപോയ ഉടനെ എല്ലാവരും വീണ്ടും തങ്ങളുടെ ചർച്ചയിലേക്ക് കടന്നു. നടൻ ജീവയും നടി കാജലും പ്രണയത്തിലാണോ? അവർ രണ്ടുപേരും ഇന്നലെ രാത്രി മുതൽ ഒരുമിച്ചായിരുന്നു. ഇക്കാര്യം മിസസ് ജീവയ്ക്ക് അറിയുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ സത്യ തന്റെ തല കുനിച്ചു നിന്നു. അപ്പോഴാണ് അവൾ തന്റെ കൈയിലെ തൊലി പൊളിഞ്ഞ് ചോര വരുന്നത് കണ്ടത്. ആ മുറിവ് അവൾക്ക് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്ത് നിന്നൊരു സീനിയർ റിപ്പോർട്ടർ പറഞ്ഞു, ഒരു വലിയ വാർത്ത കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനിത്ര ആവേശം പാടില്ല. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവസാറിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം നിങ്ങളെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ എല്ലാ പ്രാവശ്യവും സ്ഥിതി ഇത് തന്നെ ആവണമെന്നില്ല. സത്യ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അവൾ അവിടെ നിന്ന് ശ്രുതിയെ രൂക്ഷമായി ഒന്ന് നോക്കി. ശ്രുതി ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് നല്ലൊരു മറുപടി കൊടുക്കാൻ സത്യ അവളുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് ഫിലിം സെറ്റിൽ നിന്നും ഒരു സ്ത്രീ സത്യയുടെ അടുത്തേക്ക് ഓടി വന്നത്. അവർ അവളുടെ കയ്യിൽ പിടിച്ച് മുറിവിലേക്ക് നോക്കി. അയ്യോ, ഇത് നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ. സെറ്റിന്റെ അകത്തേക്ക് വരൂ, ഞാൻ മരുന്ന് വെച്ച് തരാം.
സത്യ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ ആ സ്ത്രീ അവർക്ക് രണ്ടുപേർക്കും മാത്രം കേൾക്കാൻ പാകത്തിന് ഇങ്ങനെ പറഞ്ഞു, ഇത് ജീവ സാറിന്റെ ഓർഡറാണ്. അത് കേട്ടതും സത്യയുടെ കണ്ണുകൾ വിടർന്നു. അവൾക്കത് വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു. അവൾക്ക് മനസ്സിൽ ആകമാനം ഒരു തണുപ്പ് തോന്നി. കൈയിലെ മുറിവിന്റെ വേദനയൊക്കെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നത് പോലെ. അവൻ അവളോട് ഒരു താല്പര്യവും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? അവൾ നേരത്തെ വിചാരിച്ചിരുന്നത് പോലെ ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തിയല്ല അവനെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലായി. സിനിമാ സെറ്റിൽ എല്ലാവരും ഓരോ തിരക്കിലാണ്. സത്യയ്ക്ക് എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൾക്ക് അതിനുള്ള ധൈര്യമില്ല. അവൾ ആ യുവതിയുടെ പിന്നാലെ നല്ല അനുസരണയുള്ള കുട്ടിയായി നടന്നു. കുറച്ചു ദൂരം നടന്നു നീങ്ങിയപ്പോൾ അവൾ കാജലിന്റെ ശബ്ദം കേട്ടു. അവൾ എന്തോ പറയുകയാണ്. നീ വന്നോ? അവൾ ഒരുപാട് ദൂരത്തല്ലായിരുന്നു. മാത്രമല്ല, അവൾ സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് മനോഹരമായ ഒരു ചിരിയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, നിന്റെ മുറിവ് അത്ര വലിയതൊന്നുമല്ല. എന്നാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ഇതിന്റെ പാട് മാറാതെ അവിടെ തന്നെ കിടക്കും. ഇവിടേക്ക് വന്നതുകൊണ്ടുണ്ടായതല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ നിർബന്ധിച്ച് സെറ്റിലേക്ക് വരുത്തി മരുന്നിട്ട് തരാൻ പറഞ്ഞതാണ്. അവൾ കാരണമാണ് തനിക്ക് ഇവർ മരുന്നിടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ സത്യയുടെ മുഖഭാവം മാറി. ദുഷ്ടനായ അയാളെ ഒരു നിമിഷമെങ്കിലും സ്നേഹമുള്ള വ്യക്തിയായി അവൾ സങ്കല്പിച്ചിരുന്നു. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നുപോയി. ഇതിപ്പോ കാജൽ അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് സത്യയെ മരുന്ന് വെക്കാൻ വേണ്ടി ഇവർ സെറ്റിനുള്ളിലേക്ക് വിളിപ്പിച്ചത്. എല്ലാ ചിന്തകളും മാറ്റി ചിരിച്ചുകൊണ്ട് അവൾ കാജലിനോട് തന്റെ നന്ദി അറിയിച്ചു. താങ്ക് യു മിസ് കാജൽ. ഇതൊക്കെ ഇത്ര കാര്യമായി എടുക്കാനുണ്ടോ? ഒരു നല്ല ഫ്രണ്ട് ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. പെട്ടെന്ന് ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിക്കോളൂ. അവിടെയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉള്ളത്. സത്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു നീങ്ങി. കാജലാകട്ടെ അവിടെ തന്നെ വേരുറച്ചതുപോലെ നിന്നു. അവൾ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി ചിന്തിച്ച് കാട് കയറുകയായിരുന്നു. ജീവ അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് സത്യയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നതും അവളുടെ മുറിവിൽ മരുന്ന് വെക്കാൻ പറയുന്നതുമൊക്കെ അവളും കേട്ടിരുന്നു. സൂപ്പർ സ്റ്റാർ ജീവ അങ്ങനെ ആരോടും അധികം അടുപ്പം കാണിക്കാത്തവനാണ്. ആരോടും മിണ്ടാൻ പോലും താല്പര്യം കാണിക്കാറില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ടറിന് മാത്രം ജീവ ഇത്രയധികം പരിഗണന കൊടുക്കുന്നത്? സത്യയെ അങ്ങോട്ട് കൊണ്ടുവന്ന സ്ത്രീയുടെ പേര് രാധ എന്നായിരുന്നു. ഒരു ഒഴിഞ്ഞ മുറിയിലേക്കായിരുന്നു അവർ അവളെ കൊണ്ടുവന്നത്. പെട്ടെന്ന് രാധയ്ക്ക് മറ്റെന്തൊക്കെയോ തിരക്കുകൾ വന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യയ്ക്ക് തന്നെത്താൻ അവളുടെ മുറിവിൽ മരുന്നിടേണ്ടി വന്നു. സത്യ സ്വയം മുറിവിൽ മരുന്ന് വെച്ചു. നല്ല വേദനയുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ഒരു ബാൻഡേജ് ഇട്ടു. മരുന്ന് വെച്ചതിന് ശേഷം അവൾ ജനാലയ്ക്കടുത്തേക്ക് പോയി. അവൾ ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അവൾ ജനാലയിലൂടെ പുറത്തുള്ള സിനിമാ സെറ്റിലേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ ഒരാളെ മാത്രം തേടിക്കൊണ്ടിരുന്നു. യാദൃശ്ചികം എന്ന് പറയട്ടെ, അവൾ ആദ്യം കണ്ടത് ജീവയെ തന്നെയായിരുന്നു. അവൾ ഇപ്പോൾ നിൽക്കുന്ന റൂമിനടുത്തേക്കാണ് നടന്നു വരുന്നത്. കൂടെ ഒരു മാനേജറും കുറച്ച് ബോഡി ഗാർഡ്സുമുണ്ട്. ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ നിൽക്കുന്നത് പോലെയായിരുന്നു ആ സീൻ കണ്ടപ്പോൾ സത്യയ്ക്ക് തോന്നിയത്. നടക്കുന്നതിനിടയിൽ ജീവ മാനേജർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇടയ്ക്കിടെ അവരുടെ അടുത്തേക്ക് ചെവിയോർക്കുന്നുമുണ്ട്. അവന്റെ ചുണ്ടുകൾ എന്തു മനോഹരമാണ്. ശരിക്കും അവനൊരു സുന്ദരൻ തന്നെയാണ്. ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ്. സത്യ ശരിക്കും അവന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അവൾ അങ്ങനെ ബോധമില്ലാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നു. അല്പനേരം കഴിഞ്ഞാണ് അവൾക്ക് ബോധം വന്നത്. അപ്പോഴാണ് ജീവ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കിയത്. ഏകദേശം 2 മീറ്റർ ദൂരത്ത് മാത്രമാണ് അവൾ ഇപ്പോൾ. അവൾ ആ നിമിഷം ആകെ പരിഭ്രമിച്ചു പോയി. ഇനിയിപ്പോ താൻ ഇവിടെ സെറ്റിനുള്ളിലേക്ക് വന്നതും മരുന്ന് വെച്ചതുമെല്ലാം കാജൽ പറഞ്ഞിട്ടാണെങ്കിൽ പോലും തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടാൽ താൻ അവനെ എല്ലായിടത്തും പിന്തുടരുകയാണെന്ന് ജീവ വിചാരിക്കുമോ? സത്യ വേവലാതിപ്പെട്ടു. അതുകൊണ്ട് അവൻ കാണാതിരിക്കാനായി അവൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ കയറി ഒളിച്ചിരുന്നു. അവൾ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചതും ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് ആരോ അകത്ത് കയറി. അവൾക്ക് ആ കാലൊച്ച കൃത്യമായി കേൾക്കാമായിരുന്നു. അതിൽ നിന്ന് തന്നെ അവൾ മനസ്സിലാക്കി അയാൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന്. എന്തിനു വേണ്ടിയായിരിക്കും ജീവ ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വന്നത്? ഇനി അത് ചിലപ്പോൾ അവളെ കാണാൻ വേണ്ടി ആയിരിക്കുമോ? ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് സത്യ വീണ്ടും ഒരു ശബ്ദം കേട്ടത്. മറ്റാരോ കൂടി ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുന്നു. പക്ഷെ ഇത്തവണ അവൾ കേട്ടത് ഷൂസിന്റെ ശബ്ദമായിരുന്നില്ല, ഒരു ഹീൽസിന്റെ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യയ്ക്ക് മനസ്സിലായി ഇപ്പോൾ വന്നത് ഒരു സ്ത്രീയാണെന്ന്. പിന്നെ അവൾ കേട്ടത് ഡോർ അടയ്ക്കുന്ന ശബ്ദമാണ്. എന്ത്?
ഡോർ അടയ്ക്കുന്ന ശബ്ദമോ? ജീവയും ഈ പെണ്ണും സിനിമാ സെറ്റില് ഒരു റൂമിൽ കയറി വാതിലടച്ചിരിക്കുവാണെന്നോ? ഇവർക്കെന്താ ഗോസിപ്പിനെ പറ്റിയൊന്നും ചിന്തയില്ലേ? ഇനി ഇവിടെ വെച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും നടക്കുമോ? അതിനുവേണ്ടി ആയിരിക്കുമോ അവർ രണ്ടുപേരും തനിച്ച് ഇവിടേക്ക് വന്നത്? സത്യ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നു. അവൾ ആദ്യം കേട്ടത് കാജലിന്റെ ശബ്ദമാണ്. കാജൽ പറഞ്ഞു, ജീവ സർ, അങ്ങനെ ഒടുവിൽ എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് കാണാൻ പറ്റി. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേർ മാത്രമാണുള്ളത്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറെ കാലമായി ഞാനിതെല്ലാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ പറയാൻ നല്ലൊരു അവസരമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവ സർ, എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമാണ്. റിയലി ഐ ലവ് യു. ഇത് കേട്ട് സത്യ കിളിപോയ അവസ്ഥയിലായി. ഓ, അപ്പോൾ ഇത് പറയാനാണോ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ആരും കാണാതെ തനിച്ച് ഇവിടേക്ക് വന്നത്? അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഇഷ്ടത്തിലായിരുന്നില്ലേ? അങ്ങനെയാണല്ലോ തനിക്ക് തോന്നിയത്. അവർ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ സത്യ മെല്ലെ ഡോർ തുറന്ന് ആ ഗ്യാപ്പിലൂടെ അവിടേക്ക് എത്തി നോക്കി. കാജൽ അവിടെ നിൽക്കുകയായിരുന്നു. അതേസമയം ജീവ സോഫയിൽ ഇരിക്കുകയാണ്. എന്നത്തെയും പോലെ ഇന്നും ജീവയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റമില്ല. പക്ഷെ അവന്റെ ആ കണ്ണുകൾ പെട്ടെന്ന് സത്യ നിന്നിരുന്നിടത്തേക്ക് തിരിഞ്ഞു. ആ നിമിഷം സത്യ പേടിച്ചരണ്ട മാൻപേടയെ പോലെയായി. അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ വെപ്രാളത്തിൽ അവൾ ഡോർ ശക്തിയായി വലിച്ചടച്ചു. ഡും. ആരാണത്? കാജൽ ചോദിക്കുന്നത് സത്യ കേട്ടു. തന്റെ കൈകൾ രണ്ടും മുറിച്ചു കളയാൻ വരെ സത്യക്ക് അന്നേരം തോന്നി. ഇത് നശിച്ച നേരത്താണാവോ ജീവിയുടെ പ്രതികരണം കാണാൻ അവൾക്ക് വാതിൽ തുറക്കാൻ തോന്നിയത്? എന്തെങ്കിലും ആകട്ടെ, അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ടോയ്ലറ്റിൽ ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലായിരിക്കുന്നു. വാഷ്റൂമിൽ ആരോ ഉള്ളത്? ആരാണെങ്കിലും ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരണം. കാജൽ അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വാഷ്റൂമിന്റെ ഡോർ പതുക്കെ തുറന്ന് അതിനകത്ത് നിന്നും സത്യ ഇറങ്ങി വന്നു. ആ നിമിഷം തന്നെ താനൊന്ന് അപ്രത്യക്ഷമായി പോയിരുന്നെങ്കിലെന്ന് അവൾ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നമസ്കാരം കാജൽ മാഡം. നമസ്കാരം ജീവ സർ. അപ്പോൾ ഞാൻ മെല്ലെ അങ്ങോട്ട് നടക്കട്ടെ? നിങ്ങൾ സംസാരം തുടർന്നുകൊള്ളൂ. ശരി, ഞാൻ വരട്ടെ. വളരെ വിനയപൂർവ്വം ഇത്രയും പറഞ്ഞുകൊണ്ട് സത്യ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. താൻ ഒന്ന് അവിടെ നിന്നി. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സത്യയെ കാജൽ തടഞ്ഞു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് എവിടെ വരെ നീ കേട്ടു? പേടിക്കേണ്ട കാജൽ മാഡം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാൻ കേട്ടില്ല. സത്യ വളരെ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. പക്ഷെ കാജലിന് അവളെ അങ്ങനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ? അതിന് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുക? കാജൽ സത്യയോട് നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത മട്ടിൽ, ഒന്നും മനസ്സിലാവാത്തതുപോലെ സത്യ കണ്ണും പിഴിച്ച് കാജലിനെ തന്നെ നോക്കി നിന്നു. ഇവർ എന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? സത്യ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു നിൽക്കുന്ന സമയത്താണ് കാജൽ അവളോട് ആജ്ഞാപിച്ചത്. നീ നിന്റെ ബാഗ് ഒന്ന് തുറന്നു കാണിച്ചേ. അതിന്റെ ഉള്ളിൽ വല്ല റെക്കോർഡറും ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു റിപ്പോർട്ടർ അല്ലേ? ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രശസ്തരായ വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്താൻ വന്നതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സത്യ അത് കേട്ട് ഞെട്ടി. എന്ത്? ബാഗ് പരിശോധിക്കാനോ? ഇവളുടെ സംസാരം പരിധി കടക്കുന്നുണ്ട്. കാജൽ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സത്യ പുരികം ചുളിച്ചു. സത്യ താൻ പറഞ്ഞതനുസരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കാജലിന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ കൈകെട്ടി നിന്ന് സത്യയോട് വീണ്ടും പറഞ്ഞു, പെട്ടെന്ന് ബാഗ് തുറന്നു കാണിക്കൂ. ഇനി നിനക്ക് ഞാൻ പറഞ്ഞതനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജീവ പറയും നിന്നോട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ജീവ അതെന്തായാലും ചെയ്യും, അല്ലേ ജീവ? അത് കേട്ടപ്പോൾ സത്യ ജീവയെ ഒന്ന് നോക്കി. പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും കേൾക്കാത്തതുപോലെ മാനത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കാജൽ പറഞ്ഞതൊക്കെ വെറുതെയാണെന്ന് തിരിച്ചറിയാൻ അവന്റെ ആ മുഖഭാവം തന്നെ മതിയായിരുന്നു. ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ഈ കാജലിന് അറിയില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം മാത്രമേ എപ്പോഴും ഇവളുടെ വായിൽ നിന്നും വരൂ. അവൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് സത്യ വിചാരിച്ചു. പിന്നെ അവൾ അത് വേണ്ടെന്ന് വെച്ചു. വെറുതെ എന്തിനാ ഓരോ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് വിചാരിച്ച സത്യ ഒന്നും മിണ്ടാൻ പോയില്ല. സത്യ അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ മുകളിൽ തന്റെ ബാഗ് വെച്ചിട്ട് അതിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തു വെച്ചു. ഇതാ എന്റെ ബാഗിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. ഇതിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കള്ളം പറഞ്ഞതല്ല എന്ന്? കാജൽ മേശയുടെ മുകളിൽ നിരത്തി വെച്ചിരുന്ന സാധനങ്ങൾ എല്ലാം ഒന്ന് എടുത്തു നോക്കി.
പക്ഷേ സംശയിച്ചതുപോലെ ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും എനിക്ക് ഇവിടെ നിന്നും പോകാമോ മാഡം? പുറത്തേക്കെടുത്തിട്ട സാധനങ്ങൾ ബാഗിൽ തിരിച്ചെടുത്ത് വെക്കുന്നതിന്റെ ഇടയിൽ അവൾ ചോദിച്ചു. കാജൽ അപ്പോൾ ജീവയുടെ മുഖത്തേക്ക് നോക്കി. വലിയ ഭാവമാറ്റമൊന്നുമില്ലെങ്കിലും അവന്റെ മുഖത്ത് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാജലിന്റെ മുഖത്ത് സത്യ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിലുള്ള സങ്കടം തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ജീവയ്ക്ക് പൊതുവെ ഈ മീഡിയക്കാരെ ഇഷ്ടമില്ല എന്ന് കാജലിന് നന്നായിട്ടറിയാം. പോരാത്തതിന് ഇവളാണെങ്കിൽ ജീവയുടെ കാറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി അതിന് ചില്ല് തകർത്തിട്ട് നിൽക്കുകയാണ്. എന്നാലും ഇവളെ ഫിലിം സെറ്റിന്റെ അകത്തേക്ക് വിളിച്ചു വരുത്തി മുറിവിന് മരുന്ന് വെക്കാൻ പറഞ്ഞല്ലോ. അത്രയ്ക്ക് ദയുള്ളവനൊന്നുമല്ല ഈ ജീവ. ഇനി വേറെ വല്ല ഉദ്ദേശമുണ്ടോ ഇവന്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാജലിന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. മീഡിയക്കാരുടെ കയ്യിൽ രഹസ്യ ക്യാമറകൾ ധാരാളം ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അവരുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഉടനെ തന്നെ നീ നിന്റെ ഡ്രസ് എല്ലാം അഴിച്ചു മാറ്റണം. സത്യ ഞെട്ടിത്തെറിച്ചുകൊണ്ട് തലയുയർത്തി കാജലെ നോക്കി. ഡ്രസ് അഴിക്കാനോ? നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. സത്യ ഉടനെ മറുപടി കൊടുത്തു. നിയമവിരുദ്ധമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നീ കൊണ്ടുപോയൊരു കേസ് കൊടുക്ക്. എന്തൊരു സ്വഭാവമാണ്! ഇവളൊക്കെ ഒരു സ്ത്രീ തന്നെയാണോ? സത്യയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഒരിക്കൽ കൂടി അവൾ ജീവയെ നോക്കി. കാര്യങ്ങൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് അവൻ ഇത്തവണയെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കില്ല എന്നവൾ വിചാരിച്ചു. ജീവ എന്തായാലും കാജലിനെ തടയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജീവ ഒന്നും തന്നെ പറഞ്ഞില്ല. അവൻ മുഖമൊന്നുയർത്തി അവർ ഇരുവരെയും നോക്കി. ഇപ്പോൾ ജീവ തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് സത്യ വിചാരിച്ചപ്പോഴേക്കും അവൻ ഇങ്ങനെ പറഞ്ഞു. ഇവൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിനിവളെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടി കേട്ടപ്പോഴേക്കും സത്യയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവൾ തന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവിടെ നിന്നു. അവളുടെ കണ്ണുകൾ കോപത്താൽ ചുവന്നു. അവൾക്കറിയാം താൻ അയാളുടെ കയ്യിലെ ഒരു അടിമയാണെന്ന കാര്യം. എന്നാലും ഇത്രയൊക്കെ തന്നോട് ചെയ്യാൻ മാത്രം താൻ എന്ത് തെറ്റാണ് അയാളോട് ചെയ്തത്? പക്ഷേ അവൾക്ക് പ്രതികരിക്കാനാവുമോ? ഒരു നിമിഷം അവളുടെ സുഖമില്ലാതിരിക്കുന്ന സഹോദരനെ പറ്റി ആലോചിച്ചപ്പോൾ അവൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല. തന്റെ ദേഷ്യവും അമർഷവും എല്ലാം കടിച്ചമർത്തി ദൂരേക്ക് നോക്കി അവൾ പറഞ്ഞു, ശരി, എങ്കിൽ നിങ്ങൾ എന്നെ പരിശോധിച്ചോളൂ. അവൾ അത് പറഞ്ഞ് കഴിഞ്ഞതും ഡ്രസ് ഊരിമാറ്റാൻ ആരംഭിച്ചു. ഇത് കണ്ട കാജൽ ഞെട്ടി അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യുന്നത്? സത്യ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ എന്നോട് ഡ്രസ്സ് മാറ്റാൻ ആവശ്യപ്പെട്ടത്? കാജൽ ഒരു ഞെട്ടലോടെ ജീവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിനക്ക് തീരെ നാണമില്ലേ ജീവ സാറിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇതിൽ എത്രയും നാണിക്കാൻ എന്തിരിക്കുന്നു? സത്യ ജീവയെ നോക്കി ഒന്ന് ചിരിച്ചു. നിന്റെ ജീവ സാർ ഇതെല്ലാം നേരത്തെ തന്നെ കണ്ടതാണ് അല്ലേ? അവൾ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട കാജൽ ഞെട്ടിപ്പോയി. അവൾ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സത്യ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന സ്കാർഫ് ഊരി തറയിലേക്ക് വലിച്ചെറിഞ്ഞു. വരൂ, വന്നെന്നെ പരിശോധിക്കൂ, സത്യ അവരോട് പറഞ്ഞു. അതിനുശേഷം അവൾ അവളുടെ ഓവർകോട്ട് ഊരിയെറിഞ്ഞു. വാ വന്ന് പരിശോധിക്കെന്നെ. ഇതൊക്കെ മാറ്റിയതിനു ശേഷം അവളുടെ ദേഹത്ത് ഇനി ആ ടോപ്പ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ 8 വർഷം മുമ്പ് താൻ അനുഭവിച്ച നാണക്കേടിന്റെ 7 അയലത്ത് പോലും വരില്ല ഇതൊന്നും. അതേസമയം ദേഷ്യം, വെറുപ്പ്, സഹതാപം എന്നിങ്ങനെ പല വികാരങ്ങളും അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ജീവിയുടെ കണ്ണുകളിലൂടെ മിന്നിമാഞ്ഞു. അവസാനം ഈ വികാരങ്ങളെല്ലാം കൂടിച്ചേർന്ന ഒരു മുഖഭാവത്തോടെ അവൻ ഒന്നും മിണ്ടാതെ അവിടെയിരുന്നു. അവൻ അവളെ അങ്ങേയറ്റം വെറുത്തു തുടങ്ങുകയും അതുപോലെ തന്നെ അവൾ അനുഭവിക്കുന്ന യാതനകൾ നോക്കിക്കാണുകയുമായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതയും ദയനീയതയും കണ്ടപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു സന്ദർഭത്തിൽ തോന്നേണ്ടിയിരുന്ന സന്തോഷമൊന്നും അവൻ അപ്പോൾ തോന്നിയില്ല. അതിനു പകരം അവൻ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി. അവൻ തന്റെ കഴുത്തിൽ കെട്ടിയ ടൈ ഒന്ന് അയച്ചു. അപ്പോഴേക്കും സത്യ തന്റെ ശരീരത്തിലുണ്ടായിരുന്ന അവസാനത്തെ വസ്ത്രവും ഊരിക്കളയാൻ തുടങ്ങുകയായിരുന്നു. ഒന്ന് നിർത്ത്, ജീവാലറി. സത്യ പെട്ടെന്ന് ആ പ്രവൃത്തിയിൽ നിന്നും പിന്മാറി. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അത്യധികം ദേഷ്യത്തോടെ അവൾ ജീവിയെ തുറച്ചു നോക്കി. കാജലൊന്ന് നെടുവീർപ്പിട്ടു. താൻ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഒരു അധികപ്പറ്റ്. ആ മുറിയിലെ അപ്പോഴത്തെ അന്തരീക്ഷം അവൾക്കത് മനസ്സിലാക്കി കൊടുത്തു.
ജീവയും ആ റിപ്പോർട്ടറും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീനിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. അതിന്റെ ഇടയിൽ തന്റെ ആവശ്യമില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ കാജലിന് ഭയങ്കരമായ ആശ്ചര്യമാണുണ്ടായത്. പെട്ടെന്ന് തന്നെ അവൾ സത്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിന്നെ ഇങ്ങനെ വെറുതെ വിടുന്നത്. പക്ഷെ എപ്പോഴും ഇതുപോലെ ആയിരിക്കില്ല. വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോടി. ഇത് കേട്ടതിന് ശേഷം ജീവ വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് കാജലിനോട് പറഞ്ഞു, നിങ്ങളോട് നിർത്താനാണ് പറഞ്ഞത്. ജീവ ആ പറഞ്ഞത് കേട്ടപ്പോൾ കാജൽ ശരിക്കും ഞെട്ടി. തിരിച്ചെന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ജീവ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ആ നോട്ടം താങ്ങാൻ കഴിയാതെ കാജൽ തന്റെ തല താഴ്ത്തി മൗനമായി അവിടെ നിന്നു. പിന്നീട് അവൾ സത്യയെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. എന്നിട്ട് ചവിട്ടിത്തുള്ളിക്കൊണ്ട് ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാജൽ ഇറങ്ങിപ്പോയതിനു ശേഷം ആ മുറി പെട്ടെന്ന് മൂകമായി. തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു പിന്നീട് ആ മുറിയിൽ കാണാൻ കഴിഞ്ഞത്. ജീവ മെല്ലെ സത്യയെ ഒന്ന് നോക്കി. അവൾ ഇപ്പോഴും അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. അവളുടെ കറുത്തിരണ്ട മുടിയിഴകൾ കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. ആ കറുത്ത മുടിയും വെളുത്ത ചർമ്മവും തമ്മിൽ ചേരുമ്പോൾ അവളുടെ ഭംഗി കുറെ കൂടി വർദ്ധിച്ചതായി ജീവയ്ക്ക് തോന്നി. എന്നാൽ തന്നിലെ ആ മാറ്റം തിരിച്ചറിഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഇനിയും ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ തനിക്ക് തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന സത്യം. അവൻ അസ്വസ്ഥതയോടെ ദൂരേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് സത്യയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ ആ ഒത്ത ശരീരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സത്യ വളരെ ചെറുതാണെന്ന് തോന്നിപ്പോകുന്നു. അവന്റെ അടുത്ത് നിൽക്കുമ്പോൾ തനിക്ക് ചുറ്റും ഏതോ ഒരു സംരക്ഷണ കവചമുള്ളതുപോലെ അവൾക്ക് തോന്നി. അവൾ അവനെ തന്നെ നോക്കി അവിടെ നിന്നു. മിസ്റ്റർ ജീവ, തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെയധികം അസ്വസ്ഥതയോടെ അവൾ അവനോട് ചോദിച്ചു. ഇന്നലെ രാത്രി മുതൽ ജീവ തന്നോട് എന്തോ പ്രതികാരം ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. അവനോടത് ചോദിക്കണമെന്ന് അവൾ വിചാരിച്ചിരുന്നു. പിന്നെ എന്തോ അത് വേണ്ട എന്ന് വെച്ചു. പക്ഷെ ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നതിന് ശേഷവും അത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നി. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ ഒന്ന് ചിരിച്ചു. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ജീവ വാതിലിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ പൊടുന്നനെ അവൻ തിരിച്ചു വന്നു. എന്നിട്ട് ജനലിന്റെ അടുത്ത് പോയി അവിടെയുള്ള കർട്ടൻ വലിച്ച് താഴേക്കിട്ടു. ആ റൂം മുഴുവനും ഇരുട്ട് നിറഞ്ഞു. സത്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ജീവ മെല്ലെ മെല്ലെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. തന്റെ ശരീരത്തിൽ കൂടി ഒരു തരം തരിപ്പ് പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വിക്കി വിക്കി ചോദിച്ചു, താൻ ഇത് നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഇവനിത് എന്തൊരു മനുഷ്യനാണ്? ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് വെച്ച് മനുഷ്യന് ഇത്രയും അഹങ്കാരം പാടില്ല, അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റ് എന്നിട്ട് വാഷ്റൂമിലേക്ക് നടക്കുകയായിരുന്ന ജീവയോട് പറഞ്ഞു, പക്ഷേ ഞാൻ നിന്നിൽ ഒട്ടും സംതൃപ്തയല്ല. അവൻ പോകുന്ന വഴിയിൽ അവിടെ ഒന്ന് നിന്നു. സത്യ അവനെ തുറിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതല്ലേ? അവരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ സ്ത്രീകളോട് മര്യാദയോടും ബഹുമാനത്തോടെയും പെരുമാറാൻ? അവളുടെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആ വാക്കുകൾ കേട്ടതും ജീവ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ ദേഷ്യം കാണാമായിരുന്നു. അവൻ പറഞ്ഞു, തന്റേതൊരു മോശം സാഹചര്യമായിരുന്നില്ലെങ്കിൽ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. അവന്റെ മുഖത്ത് അവളോടുള്ള പരിഹാസമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു നടന്നപ്പോൾ അവന്റെ മുഖത്ത് അത് തെളിഞ്ഞു കാണാമായിരുന്നു. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം സത്യ കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് അവൾ കണ്ടത്. ഇപ്പോൾ അവന്റെ മുഖം പഴയതുപോലെ തന്നെയായി. അവൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് വാതിലിനടുത്തേക്ക് നടന്നു. അവൻ വാതിലിനടുത്ത് എത്തിയതും പെട്ടെന്ന് അവിടെ തന്നെ നിന്നു. അവൻ മങ്ങിയ വെളിച്ചത്തിൽ നിൽക്കുന്നതിനാൽ സത്യയ്ക്ക് അവന്റെ മുഖഭാവം ശരിക്കും കാണാൻ പറ്റിയില്ല. പോരാത്തതിന് അവൻ അവളെ തിരിഞ്ഞു നോക്കിയതുമില്ല. അപ്പോൾ അവൾക്ക് ആകെ കേൾക്കാൻ പറ്റിയത്, നിന്നെ പോലുള്ള സ്ത്രീകളെ നരകത്തിലേക്ക് അയക്കണം എന്ന അവന്റെ വാക്കുകളാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഡും, വാതിലടഞ്ഞു. സത്യ സ്വയം ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. അവളെ പോലുള്ള സ്ത്രീകളോ? അവൾക്കതിന് എന്താണ് കുഴപ്പം? അവൾ നരകമാണ് അർഹിക്കുന്നത് എന്ന് പറയാൻ മാത്രം അത്രയ്ക്ക് നീചമായ എന്ത് പ്രവൃത്തിയാണ് അവൾ ഇപ്പോൾ ചെയ്തത്? അവൾ ദേഷ്യത്തിൽ തന്റെ മുഷ്ടി ചുരുട്ടി. അവൻ എന്താ വിചാരിച്ചത്? പണക്കാരനായതുകൊണ്ട് എന്തും ചെയ്യാമെന്നോ? സ്വയം സന്തോഷിക്കാൻ വേണ്ടി അവന് പാവപ്പെട്ട ആൾക്കാരുടെ അന്തസ് ചവിട്ടി മെതിക്കാമെന്നോ? അവൾക്ക് ദേഷ്യവും ഒപ്പം ലജ്ജയും ഉണ്ടായി. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നതായി തോന്നി.
പക്ഷെ അപ്പോൾ ദേഷ്യപ്പെടാനുള്ള സമയമായിരുന്നില്ല. അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമായിരുന്നു. അവൾ സോഫയിൽ നിന്ന് എണീറ്റ് വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അവൾ അവളുടെ ചിന്തകളെയൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയതും അവളും ജീവിയുടെ മാനേജറും മുഖാമുഖം കാണാനിടയായി. അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ സിനിമാ സെറ്റിന് പുറത്തേക്ക് കൊണ്ടുവിടട്ടെ? സത്യ ഒന്നും പറഞ്ഞില്ല. അവൾ തല താഴ്ത്തി ആ മാനേജറിന് പിന്നാലെ നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ അയാളെ നോക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇത്രയും സമയം ആ വാതിലിന് പുറത്ത് നിൽക്കുകയായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അയാൾ നേരത്തെ ആ റൂമിൽ നടന്നതൊക്കെയും കേട്ടിട്ടുമുണ്ടാവും. അവൾ അങ്ങനെ ആ ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോൾ മാനേജർ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, മിസ് സത്യ, നിങ്ങളെ ജീവ കല്യാണം കഴിക്കാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? കടുത്ത ആലോചനയിലായിരുന്ന സത്യയുടെ ശ്രദ്ധ പെട്ടെന്ന് ഇതിലേക്ക് മാറി. അവൾ അയാളെ തന്നെ നോക്കി അവിടെ നിന്നു. എന്നിട്ട് അവൾ ചോദിച്ചു, എന്തുകൊണ്ടാണ്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.